നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രക്കിങ്ങിന് പോവുകയാണ് കേട്ടോ. ധോണി വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. ഇവിടെ രാവിലെ 10:00-ക്കും ഉച്ചയ്ക്ക് ശേഷം 1:30-ക്കാണ് ബാച്ചുകളുള്ളത്. ഇതിൻ്റെ ഇടയിൽ നമ്മൾ കയറ്റി വിടില്ല. പിന്നെ ആ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് 120 രൂപയാണ് ചാർജ് വരുന്നത്. നമുക്ക് ഇതിൽ ട്രക്കിങ്ങിന് ടോട്ടലായിട്ട് 8 കിലോമീറ്ററാണ് അപ്പ് ആൻഡ് ഡൗൺ വരുന്നത്. അപ്പോൾ ഞാനിവിടുത്തെ കൂടുതൽ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു മഴ ടൈം ആയതുകൊണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവിടുത്തെ ഗ്രീനറി ഒക്കെ ഉള്ളത്. അപ്പോൾ ഞാനിങ്ങനെ പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് കാഴ്ചകൾ കാണിച്ചു തരുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നി. മഴക്കാലത്ത് പ്രകൃതി കുറച്ചും കൂടി മനോഹരമായിട്ടുണ്ട്. വന്യജീവികളെക്കുറിച്ച് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇവയൊന്നും നമുക്ക് പെട്ടെന്നൊന്നും കാണാൻ സാധിക്കില്ല ഇവിടെ. അതുകൊണ്ടാണ് നമ്മൾ ധൈര്യമായിട്ട് ഇങ്ങനെയൊരു കാട്ടിലേക്ക് പറഞ്ഞു വിടുന്നത് തന്നെ പറയാം. കുറേ ദൂരം ചെല്ലുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മുളയോണ്ടുള്ള ബെഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം അവിടെയൊക്കെ ഇരുന്നിട്ട്. ഒരുപാട് ഫേൺസും മോസസും അതുപോലെ നമ്മൾ കാണാത്ത ടൈപ്പ് കുറേ കൂണുകളും ഒക്കെ കാണാൻ പറ്റും നമുക്കിവിടെ. നമ്മളങ്ങനെ 2.5 കിലോമീറ്റർ പിന്നിട്ടു. ഇനി 2 കിലോമീറ്ററും കൂടി നമുക്ക് എത്താനുണ്ട് ആ ഒരു മനോഹരമായ കാഴ്ചകൾ കാണാനായിട്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പാലക്കാട് മൊത്തം കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വരുമ്പോൾ. പിന്നെ മലയുടെ മുകളിലായതുകൊണ്ട് കാലാവസ്ഥ പെട്ടെന്ന് തന്നെ അവിടെ ചേഞ്ച് ആവും. ഭാഗത്ത് വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ ഇറക്കില്ല. അത് കുറച്ച് അപകടം നിറഞ്ഞ ഏരിയ ആണ്. അവിടെ അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തുള്ള സ്ഥലത്തേക്കാണ് നമ്മളെ കയറ്റി വിടുക. അവിടെ സെക്യൂരിറ്റി ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് അവിടുത്തെ കാലാവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ മഴ പെയ്തു, ഒരുപാട് വെള്ളം കൂടി. അപ്പോൾ സെക്യൂരിറ്റി എല്ലാവരെയും അവിടെ നിന്ന് താഴേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ കണ്ടു മതിയാവാത്ത ഒരുപാട് നല്ല കാഴ്ചകളായിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് മടങ്ങേണ്ടി വന്നു.